എന്റെ മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ 2025 സെപ്റ്റംബറിലാണ് ഞാൻ മാമിന്റെ IVS പ്ലാറ്റ്ഫോമിൽ മെമ്പറായിട്ട് വരുന്നത്. ഒരു 5 ഡേ ബിസിനസ് ട്രെയിനിങ്, ഓൺലൈൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനുശേഷം അതിന്റെ ആ 5 ഡേയിൽ മാം നൽകിയ ആ ഒരു അത്രമാത്രം പാഷനേറ്റ് ആയിട്ട് കമ്മിറ്റ്മെന്റോടുകൂടി അത്രമാത്രം ഔട്ട്കം ബേസ്ഡ് ആയിരുന്നു ആ 5 ഡേ ബിസിനസ് വർക്ക്ഷോപ്പ്. അപ്പൊ അതിനുശേഷം മാമിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഞാൻ വന്നു. അന്ന് തൊട്ട് ഈ ഒരു മൊമെന്റ് വരെയും ഞാൻ ജസ്റ്റ് ഒരു സിംഗിൾ, ഇറ്റ്സ് എ ജേർണി ഓഫ് ട്രാൻസ്ഫർമേഷൻ. ട്രാൻസ്ഫർമേഷൻ കാരണം ചേഞ്ചിന്റെ അപ്പുറത്ത് ചേഞ്ച്. നമ്മൾ ഏത് കാര്യവും ഇൻഫർമേഷൻ കിട്ടി അത് പ്രാക്ടീസ് ചെയ്ത് അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ചേഞ്ച് വരും. പക്ഷെ ആ ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാനിഫെസ്റ്റേഷൻ വന്നപ്പം ചേഞ്ച് ഇസ് ടെമ്പററി ആൻഡ് ചേഞ്ച് മേ ബി ദ റിസൾട്ട് ഓഫ് മോട്ടിവേഷൻ. നമുക്ക് ഒരു മെന്ററിൽ നിന്ന് കിട്ടിയ മോട്ടിവേഷനെ തീർച്ചയായിട്ടും നമുക്ക് ആ ചേഞ്ചിൽ നിന്നും ട്രാൻസ്ഫർമേഷനിലേക്ക് മാറണം. തീർച്ചയായിട്ടും നമുക്ക് ആ മോട്ടിവേഷനെ ഇൻസ്പിറേഷൻ ആക്കി മാറ്റണം. അപ്പോൾ മാമിന്റെ സെഷൻസിൽ ഓരോ സെഷൻ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ മോട്ടിവേഷൻ ഇന്റേണൽ ആയിട്ട് മാറും. മോട്ടിവേഷൻ എക്സ്റ്റേണൽ ആണ്, പക്ഷെ നമുക്ക് ആ ആ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ലഭിച്ച മോട്ടിവേഷനെ നമുക്ക് ഇന്റേണൽ ആക്കി മാറ്റുമ്പോൾ നമുക്കത് ഇൻസ്പിറേഷൻ ആവും. അപ്പൊ നമുക്ക് കിട്ടിയ ചേഞ്ചിനെ ട്രാൻസ്ഫർമേഷൻ ആക്കി മാറ്റാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, കുറച്ചും കൂടെ അടുത്തിരിക്കുന്ന കാരണം. പക്ഷെ മാമിന്റെ സെഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഞാൻ ശരിക്കും ഒരു ബിസിനസ് മെന്റർഷിപ്പ് ആയിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താം. പക്ഷെ മാമുമായിട്ട് ഞാൻ ബിസിനസ്സുമായിട്ട് സോഷ്യൽ മീഡിയ ആയിട്ടും മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞിട്ടുള്ളത് വാട്സപ്പിലൂടെയൊക്കെയും ക്ലാരിറ്റികളിലൂടെയൊക്കെ സംസാരിച്ചിരുന്നത്. പക്ഷെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ചിലപ്പം ഈ ഒരു 10 മന്ത്സിന്റെ ജേർണിയിൽ ഞാൻ പേഴ്സണൽ ലൈഫിലും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഫാമിലി ആസ് എ പേഴ്സൺ മാം നമുക്ക് ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്, ഏതൊക്കെ ഒരു ഏരിയയിൽ നമുക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റ് വേണം, മേ ബി കൺസിസ്റ്റൻസി ആയിരിക്കും, ഇല്ലെങ്കിൽ ഏത് കാര്യമായിക്കട്ടെ, അത് ഞാൻ ഒരിക്കലും മാമിന്റെ അടുത്ത് അല്ലെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ ലൈഫോ ഇല്ലെങ്കിൽ ഫാമിലി ലൈഫോ സോഷ്യൽ ലൈഫിനെ പറ്റി ഒന്നും ഞാൻ ഇന്നും വരെ സത്യം പറഞ്ഞാൽ സംസാരിച്ചിട്ടില്ല. ഓൺലി അബൌട്ട് ഞാനൊരു കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിഷൻ ട്രെയിനറാണ്, ഇംഗ്ലീഷ് കോച്ചാണ്, അതിനു വേണ്ടി മാത്രം സംസാരിക്കും. പക്ഷെ ഓരോ സമയത്തും ഞാൻ കറക്റ്റ് ചിലപ്പോൾ ട്രാക്കിൽ നിന്ന് മാറുന്ന സമയത്തൊക്കെ ജോസ് സാറിന് പറഞ്ഞ് എനിക്ക് വോയിസ് മെസ്സേജ് വരും. അപ്പം കുറച്ചും കൂടി ഈ കാര്യത്തിൽ കുറച്ചും കൂടെ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടില്ല. മാം ഒരു NLP മാസ്റ്റർ പ്രാക്ടീഷണറാണ്. അപ്പൊ NLPയിൽ നമ്മൾ നെഗറ്റീവ് എന്ന കാര്യമില്ല, എല്ലാത്തിനും ഫീഡ്ബാക്ക് ആണ്. അപ്പം അതുപോലെ തന്നെ NLPയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പക്ഷേ മാം ഒരു NLP മാസ്റ്റർ പ്രാക്ടീഷണർ ആയതാണെങ്കിൽ NLPയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലയന്റിന്റെ കാര്യങ്ങൾ സ്റ്റോറി മുഴുവൻ കേൾക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ സ്റ്റേറ്റ് മനസ്സിലാക്കിയാൽ മതി, അതിന് സൊല്യൂഷൻ ഉണ്ട്. ഞാൻ 2020 NLP ലെവൽ 1 ലെവൽ 2 പഠിച്ചപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് പ്രോബ്ലം ഫ്രെയിം ബസ് ഔട്ട്കം ഫ്രെയിം ആണ്. നമുക്ക് ലൈഫിലൊക്കെ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസിൽ പല കാര്യങ്ങളും നമ്മൾ ഒരു പ്രോബ്ലം ഫ്രെയിമിൽ നിന്ന് കാണും. പക്ഷെ അവിടെ നമുക്ക് അതർ ആൻഡ് വി ഹാവ് സൊല്യൂഷൻ ഫ്രെയിം ഉണ്ട്, ഔട്ട്കം ഫ്രെയിം ഉണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു അങ്ങനെ ഒരു കോൺസെപ്റ്റ് കിട്ടിയാണെങ്കിൽ പോലും 5 ഇയേഴ്സ് 6 ഇയേഴ്സ് എടുത്തു. ഈ IVS പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ഫ്രെയിമിൽ നിന്ന് എങ്ങനെ സൊല്യൂഷൻ ഫ്രെയിമിലേക്ക് മാറാം, ലൈഫിൽ എങ്ങനെ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി കൊണ്ടുവരാം. നമ്മുടെ യൂണിക്നെസ്, എവറി ചൈൽഡ് ഈസ് ബോൺ വിത്ത് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മുടെ യൂണിക്നെസ്സും പാഷനും ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ പാഷനെ പ്രൊഫഷനാക്കി മാറ്റുമ്പോഴാണ് ഓരോ വ്യക്തിയിലുള്ള ജീനിയസ് വരുന്നത്. അപ്പൊ ഞാൻ ശരിക്കും സ്വാമി വിന്ദസ്വാമി പറഞ്ഞു, എഡ്യൂക്കേഷൻ ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ. ഓൾറെഡി മാൻ, ഈ കോട്ടൊക്കെ എനിക്കറിയാം, ബുക്സ് ഒക്കെ വായിക്കും, പക്ഷെ ഇതിനെ എങ്ങനെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്ത് നമുക്ക് ആക്ഷൻ ടേക്കറായിട്ട് മാറണം, എങ്ങനെ ട്രാൻസ്ലേഷൻ കൊണ്ടുവരണം എന്ന മാമിന്റെ IVS പ്ലാറ്റ്ഫോമാണ് എന്നെ പഠിപ്പിച്ചത്. എന്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇതിനു മുമ്പ് NLP ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ അമേസിംഗ് മെന്റേഴ്സ് ആണ്. എന്നിരുന്നാൽ പോലും ലൈഫിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലെങ്കിൽ ലൈഫിലെ ട്രെയിനിങ് മാത്രമല്ല, ഒരു ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് മാമിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതാണ്. അപ്പം മാം എന്നോട് ഈ ഫീഡ്ബാക്ക് ഒന്നും പറയാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ 3 ഡേയ്സ് ഞാൻ ഒരു മിനിറ്റ് കൺക്ലൂഡ് ചെയ്യാം. കാരണം ഈ 3 ഡേയ്സ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി. കാരണം ഞാൻ ഏപ്രിൽ മെയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഏപ്രിൽ മെയിൽ കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോഗ്രാം ഇൻവോൾവ് ചെയ്തപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ പേജസ് ഒന്നും നോക്കിയിട്ടില്ല. പക്ഷെ പാവം ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം വെച്ചാൽ എന്നോട് പറഞ്ഞു, ജോർജ് സാർ വീക്ക്ലി 3 പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഇൻസ്റ്റയിൽ. ഞാൻ ചിന്തിച്ചു, നമ്മൾ ഈ IVS പ്ലാറ്റ്ഫോമിൽ മെമ്പർ ആയപ്പം എന്റെ ആക്സന്റ് ഇംഗ്ലീഷ് അക്കാഡമി, ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ട് ആക്സന്റ് ഇംഗ്ലീഷ് അക്കാഡമിയെ പറ്റി, എന്റെ സോഷ്യൽ മീഡിയ പേജിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ചിന്തിക്കുന്ന ഒരു മെന്ററാണ്, ഒരു ഗുരുവാണ് ശരിക്കും ജോയിഷ്. അത് അത്രമാത്രം ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇതിന്റെ വാല്യൂ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഞാൻ 3 ഡേയ്സ്
2 weeks ബിഫോർ എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു ഈ 3 days നിങ്ങൾക്ക് സെൽഫ് പ്രാക്ടീസ് ആണ്. അവർക്ക് ക്രിയേറ്റീവ് ടാസ്ക് കൊടുത്തിട്ട് ഞാൻ എന്റെ സെഷൻസ് എല്ലാം 8:30 to 9:30. അപ്പൊ ഇതിനു വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ശരിക്കും ഈ ഒരു സെഷനിലേക്ക് വന്നത്. അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ പ്രിന്റ് ഔട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് വീക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല ഇത് എങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മാം അതിനകത്ത് ജസ്റ്റ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഡിസൈൻ യുവർ ഡ്രീം ലൈഫിന്റെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. സോ എനിക്ക് ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ലൈഫിൽ നിങ്ങൾ ആ മാം പറഞ്ഞ ട്രാൻസ്ഫർമേഷന്റെ അപ്പുറത്ത് ഇന്നർ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നെങ്കിൽ ജസ്റ്റ് ബി ദ പാർട്ട് ഓഫ് ദിസ് ജേർണി. എല്ലാവരും പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാണുമ്പോൾ നിങ്ങളും കൂടി ഈ കമ്മ്യൂണിറ്റിന്റെ പാർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ 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 ഒന്നും കോമ്പറ്റീഷൻ ഇല്ല കേട്ടോ. ഇവിടെ ശരിക്കും കോമ്പറ്റീഷൻ ഈസ് എന്താണ്, ശരിക്കും എക്സ്റ്റേണൽ ആണ്. ഇവിടെ ശരിക്കും സെൽഫ് കോമ്പറ്റീഷൻ ആണ്. വെൻ വി കോമ്പറ്റ് വിത്ത് അതേഴ്സ് ഇറ്റ്സ് ഓൾവേസ് ലിമിറ്റഡ് അല്ലേ തീർച്ചയായും. പക്ഷെ വെൻ വി കോമ്പറ്റ് വിത്ത് അതേഴ്സ് ഇറ്റ്സ് കോൾഡ് ക്രിയേഷൻ, ദാറ്റ്സ് അൺലിമിറ്റഡ്. ഐവിഎസ് പ്ലാറ്റ്ഫോമിൽ ശരിക്കും നമ്മളൊരു ജേർണിയാണ്. ഇവിടെ ഗ്രോയിങ് ടുഗദർ ആണ്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ ഹംബിൾ റിക്വസ്റ്റ് വെച്ചിട്ട് എല്ലാവരും ഇത് പാർട്ട് ഓഫ് ദിസ്, നമുക്ക് ഒരുമിച്ച് ലൈഫിൽ കൂടുതൽ ഇന്നർ ഹാപ്പിനെസ്സിലേക്ക് പോകാം. സോ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.